ഒരു മിനിറ്റ് എന്താണ് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്താണ് ഒരു തുണി മൊത്തം അടിച്ചിടാലോ, അളവ് പ്രശ്നമില്ല. എന്തെന്റെ ദജ്ജാല ഈ പറഞ്ഞത്? ഇതെന്താ ഇവിടെ അറബികളുടെ ലോഹ തയ്ക്കാണ്? അല്ല, ഇവിടെ 2 ഓട്ടോ വെച്ചാ കാണുകയും കടന്ന് പോയിക്കോച്ചാ അവിടുന്ന്. ആ കോഡ് റസിയാണ് വിളിച്ചത്. എന്താ നോക്കട്ടെ. ഹലോ, ആ ആര്? ഏതാ നീ? വിരുന്നുകാരനാ? ആരാന്ന് പറയാ, ആരാന്നില്ലേ പറയാൻ പറ്റൂല. അതെന്തപ്പത് എനിക്ക് നേരിട്ട് പറഞ്ഞാല് ഇതാവുള്ളൂന്ന്? അല്ല, ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ? ഇവിടെ ആൾക്കാർ ഓരോ പണിക്ക് ഇപ്പൊ എന്നാ വരണെന്നാ? അങ്ങനത്തെ അതിഥിയാ? എന്താ ഈ പറയണേ? ഞാൻ പോരാ ഇപ്പൊ അങ്ങോട്ട് വരാം. ഇതപ്പ അങ്ങോട്ട് വരാം. ഡാ കുഞ്ഞുട്ടാ, ഞാൻ വരുന്നിട്ട് ആരെങ്കിലും വിളിച്ചാ പറയും. ഇതാ വരുന്നേ, ഇപ്പൊ വരാം. ഇതാ വരുന്നേ. റിസ്ക് പിടിച്ച പണിയാണെങ്കിൽ ഈ പണിക്ക് വരത്തില്ല. അതൊന്നും നോക്കിയാണെന്ന് ഇപ്പൊ കിട്ടൂല. ആ പെണ്ണ് കെട്ടലുണ്ടാവൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഡേറ്റ് നോക്കിയിട്ടേ എന്നെ വിളിക്ക്. ഞാനപ്പൊ അവരോട് സംസാരിക്കാം കേട്ടാ. അപ്പൊ ഇതെന്തായി കട തുറന്നില്ലേ? അതെ, ഒന്നും പറയണ്ട. വല്ലാത്തൊരു ഇതായിട്ടാ ഞാൻ പോണേ. എന്തു പറ്റി? വീട്ടിൽ അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലണം. അവിടെ ആരും പെറാൻ കിടപ്പണ്ട. ഇജ്ജറിഞ്ഞോ? എന്ത്? അല്ല, റേസിയാക്ക് ചെറിയൊരു വിശേഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചേ. ആണാ? ഞാനൊരു പ്രാസത്തിന് അങ്ങനെ പറഞ്ഞല്ലേ, അപ്പൊ കോളടിച്ചല്ല. അല്ല, ഇജ്ജ് ചോദിച്ചപ്പോ വിചാരിച്ച ഇജ്ജറിഞ്ഞോ? ഇല്ല, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം. നമ്മുടെ വർഗീസ് ഡോക്ടറല്ലേ, പുള്ളിയുടെ മോന് ഈ ഗൈനക്കോളജിക്ക് മാത്രമായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. അവിടെ കാണിച്ചാ മതി. ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത ഒരു 10% കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ പായ ഇതൊന്നും കമ്മീഷൻ അടിക്കാൻ നിൽക്കുക? എന്താ പരീക്ക, എനിക്ക് കമ്മീഷൻ അടിക്കാനല്ല, നിനക്ക് അത്രയും കുറച്ച് കിട്ടിയ ഒരു ആശ്വാസമല്ലേ? അങ്ങനെ നമുക്ക് അവിടെ കാണിക്കാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കേട്ടപ്പോ മുതലേ നെഞ്ചിലൊരു പെടപ്പാ. വയറ്റിലല്ലേ? അത് ഓൾക്കുമായിട്ടുണ്ട്. എന്റെ നെഞ്ചല്ലേ പെടക്കാ. ഓരോരുത്തർ തന്നെ വളർത്തിണ്ടാക്കിയത് എങ്ങനെ നിൽക്കും പറഞ്ഞെടുക്കാറുള്ളൂ. എന്നാലും ഭാഗ്യമേ ഈ നേരത്തെ. ശരി, ഞാൻ കല്ലട്ടെ കേട്ടാ. പിന്നെ ചെലവുണ്ട്. ആയിക്കോട്ടെ. ഇത് എവിടെ ചോറാണ് നിങ്ങൾ പറഞ്ഞത്? എടാ, ഞാൻ കിടക്കുന്നതിന്റെ ഒരു 2-3 വരിക്ക് അപ്പുറത്തോട്ട് നോക്കിയാണ് അവിടെ ഒരു 2-3 ഓടും പൊട്ടിയിരിക്കുന്ന തിരിച്ചെതലും ഉണ്ട്. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ കിടക്കണതിന്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 5-6 വരെ അങ്ങോട്ട് കയറി പോകണം, പേരയുടെ മുകളിലേക്ക് കയറണം. അത് തന്നെ. ഒന്ന് അങ്ങോട്ട്. അത് നടക്കണ പണിയല്ല. ഇടാ, നീ ഒരു ആശാരി ചെറുക്കനല്ലേ, ഇങ്ങനെ കള്ളപ്പണി പഠിച്ചാൽ എങ്ങനെയാണ്? നീ ഒന്ന് ഒരു എക്സ്റേ കിട്ടുമോ? ചെതലും അടിച്ചിരിക്കുന്നിടത്ത് എന്തിനാ എക്സ്റേ എടുക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഈ കേസാണ് വിടാം. മഴ പെയ്യുമ്പോഴല്ലേ, പെയ്യണ സമയത്ത് എവിടെ ചോരണത് നോക്കുക, എന്നിട്ട് ആ ചോരണന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് എക്സ്റേ തിരിക്കാൻ മതി. അതാ നല്ലത്. എന്റെ പൊന്നു ദൈവമേ, നിന്റെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെയെന്ന്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അങ്ങ് കള്ളപ്പണിയാ. അല്ലാതെ നടക്കണ പണിയല്ല. നിങ്ങൾ ഈ വിചാരിക്കണ പോലെ ഈ പരിപാടി നടക്കില്ല. ഓടിട്ട പേര ഓട്ടപ്പരാന്നാണ്. തന്നെ മക്കളിഞ്ഞ് വന്നേ. പിന്നെ നാളെ ഈ മുടിയൊക്കെ കൊണ്ടുപോയി വെട്ടിക്കണം കേട്ടോ. അയ്യോ, എങ്ങനാ വളർത്തിയാൽ എങ്ങനാ മക്കളെ? വിയർപ്പ് താന്നാ നീർത്താഴ്ച വരത്തില്ലേ? അയ്യോ, അതൊന്നും പോരാ, മുടി വെട്ടിയേ ഒക്കൂ. എന്താടാ അങ്ങോട്ട് എന്തിന്? ചുമ്മാ വിളിച്ചോ കേക്കട്ടെ. ചേട്ടാ, എന്താ മോനെ? എന്താ പരി കുട്ടി, കടയിൽ പണിയൊന്നുമില്ലേ? ഞാന്റെ പണിക്ക് പോയിട്ട് തന്നെ പറഞ്ഞു. ഇജ്ജൊന്ന് പോയില്ലേ? ഞാനിന്ന് തീരെ വയ്യ, മേലൊക്കെ ഭയങ്കര വേദന. 2 ദിവസം അടുപ്പിച്ച് പോയാൽ അവന് ഭയങ്കര വേദനയാണല്ലോ, മേലും കാലും ഒക്കെ. ഇതെന്താ രണ്ടാളും ഇവിടെ കുത്തിയിരിക്കണത്? അത് ഇവിടെ ഒരു ചോർച്ചുണ്ട്. ചോർച്ചേ? അമ്മ കിടക്കണോടത്തെ മോളില്. അതെ. വല്ല എക്സ്റേ എന്തെങ്കിലും വെച്ചു കൊടുക്കണത്. എക്സ്റേ?
ആന്ന് ഈ മഴ പെയ്തിട്ട് ചോരുന്ന സമയത്ത് എക്സ്റേ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ, വെള്ളം പുറത്തേക്ക് പോവില്ലേ? ആ അങ്ങനെ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ വിചാരിച്ചാ. അല്ല അത് വേണ്ട, നമുക്ക് ഓട് മാറ്റി വെക്കാം. ഓട് വെക്കാം. അല്ല ആ പരികുട്ടി എന്തെന്ന് നേരത്തെ വന്നല്ലോ. അല്ല ഞാൻ ചെറിയൊരു വിശേഷം ഉണ്ടമ്മേ. വിശേഷം എന്തെന്ന് വിശേഷം? അല്ല ഒന്നുമില്ല, അത് വേറൊരു വിശേഷം ഉണ്ട്. വല്ലാത്ത നാണമുണ്ടല്ലോ. കാര്യം പറ. ഒന്നുമില്ല, അമ്മ നിക്കുമ്പോ എങ്ങനെ പറഞ്ഞു. അയ്യേ എന്റെ മോനല്ലേ നീ, എന്റെ മുമ്പിൽ എന്തിനാ കാണിക്കുന്നത്? കാര്യം പറയടാ. ഇല്ല ഞാൻ കടയിൽ നിൽക്കുമ്പോഴേ ആ. അവിടെ റസിയെ വിളിച്ചിട്ടൊരു എന്താ നിനക്ക് ഇത്ര നാണം? ഒന്നുമില്ലാന്ന്. ആ ഉണ്ടായിരുന്നു. എനിക്ക് വെപ്പറാളോ? നീ കാര്യം ഒന്ന് പറവാലോ. എനിക്ക് ഇതാണ് ഒരു ഒന്നുമില്ല അമ്മക്ക് കാര്യം എന്തോണ്ട് പറ. ഇനി പറഞ്ഞിട്ട് പോയാൽ മതി. അത് വെറുതെ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്നുമില്ല, വെറുതെ ചെറിയൊരു വിശേഷം അത്രേ ഉള്ളൂ. നിങ്ങൾ